നമസ്കാരം സർ. നമസ്കാരം. ഇന്നലെ നമ്മുടെ ആന്റണി രാജുവിൻ്റെ കേസിൽ നമ്മുടെ മന്ത്രിയായിരുന്ന ആന്റണി രാജുവിൻ്റെ കേസിൽ സുപ്രീം കോടതിയുടെ ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് 34 വർഷങ്ങൾക്ക് ശേഷം ആ കേസിൽ പുനർവിചാരണ നേരിടണം എന്ന് ആന്റണി രാജുവിന് സുപ്രീം കോടതിയുടെ വിധി വരുമ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേകതരം സംഭവം തന്നെയാണ് ശരിക്കും. അത് 34 വർഷം എന്ന് പറയുമ്പോൾ 1990 ആരംഭിച്ച ഈ കേസ് ഏകദേശം 2014 വരെ അങ്ങനെ പോയി. 2022 വരെ ഹൈക്കോടതിയിൽ കടന്നൊരു കേസ്. ആ സമയം വരെ വിളിച്ചിട്ടും 22 തവണയോളം വിളിച്ചിട്ടും ആന്റണി രാജു മന്ത്രിയായിരുന്ന കാലയളവിൽ പോലും ഒരിക്കൽ പോലും വിചാരണയ്ക്ക് നേരിട്ട് ഹാജരായിട്ടില്ല. അങ്ങനെയൊരു സന്ദർഭത്തിലാണ് പിന്നീട് അത് സുപ്രീം കോടതിക്ക് വിടുന്നതും. ഇന്നലെ സുപ്രീം കോടതി വിധിയിൽ ഒരു പരാമർശം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ കോടതിയെ അപമാനിക്കുന്ന, കോടതിയെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു കേസെന്നാണ് സുപ്രീം കോടതി പോലും ഇതിനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ കേസ് നമ്മളൊന്ന് എടുത്തു നോക്കുമ്പോൾ ആന്റണി രാജു ഇങ്ങനെ ഒരു വിധി അറിഞ്ഞ ഉടനെ നമ്മൾ ചാനലുകളെല്ലാവരും തിരിച്ചടിയെന്ന് തന്നെയാണ് കൊടുത്തത്. ഇത് അറിഞ്ഞ ഉടനെ പറഞ്ഞത്, ചിരിച്ചുകൊണ്ടൊരു ധാർഷ്ട്യത്തോടെ പറഞ്ഞത്, ഇത്തരം പ്രതിസന്ധികളാണ് എന്നെ കരുത്തനാക്കുന്നത്, നിയമം നിയമത്തിൻ്റെ വഴിക്ക് നടക്കും എന്നാണ്. ശരിക്കും സുപ്രീം കോടതി നമ്മുടെ പരമോന്നത നീതിപീഠത്തിനെ പരിഹസിക്കും പോലെയുള്ളൊരു പ്രസ്താവനയായിരുന്നില്ലേ അത്? ഇത് ശരിക്കും ഒരു കേരള കോൺഗ്രസ് സംസ്കാരമാണ്. പണ്ട് ഇതുപോലൊരു അഴിമതി കേസിൻ്റെ പേരിൽ, ഇപ്പോഴത്തെ അല്ല, ഈ പണം നോട്ടിടുന്ന യന്ത്ര കേസല്ല, അതായത് ബാർക്കോഴയല്ല കേസ്, അതിനു മുമ്പ് ഒരിക്കൽ രാജിവെക്കേണ്ടി വന്നു, അഴിമതി കേസ്. ആ കേസിൽ രാജിവെച്ച സമയത്ത് മുൻ മന്ത്രിയായിരുന്ന യശശരീരനായ KM മാണി, ജോസ് കെ മാണിയുടെ അച്ഛൻ, തിരുവനന്തപുരത്ത് നിന്ന് രാജിവെച്ചിട്ട് കാറിൽ കയറി വരിക, ഓരോ മണ്ഡലങ്ങളിലും വന്നിട്ട് പൊതുയോഗങ്ങളെ അഭിമുഖീകരിക്കുക. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: പ്രതിസന്ധികൾ എന്നെ കരുത്തനാക്കിയിട്ടേ ഉള്ളൂ. ആ കേസിൻ്റെ ധാർമ്മികത അങ്ങനെയുള്ള കാര്യങ്ങളല്ല പറയും. പ്രതിസന്ധികൾ എന്നെ കരുത്തനാക്കിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഇനിയും കൂടുതൽ കള്ളം കാണിക്കും. ഇത് തന്നെയാണ് ആന്റണി രാജു എന്ന് പറയുന്നത്. ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയമായ നെറികേടിൻ്റെ മാത്രമല്ല, പ്രൊഫഷണലായിട്ടുള്ള നെറികേടിൻ്റെ കൂടി വിളംബരമായിരുന്നു ആദ്യം മുതലേ ഈ കേസ്. ഒരു നാറിയ കേസാണ്. ഒരു നിമിഷം അല്ല, പോട്ടെ, അരനിമിഷം പോലും മന്ത്രിയായിരിക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിന് നൽകുന്നതല്ല. ഈ കേസിൽ അദ്ദേഹത്തിൽ ഇപ്പോൾ കുറ്റാരോപിതമായിരിക്കുന്ന കൃത്യം എന്താണ് ചെയ്തത്? ഒരു വിദേശിയുടെ അടിവസ്ത്രം, ആ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത മയക്കുമരുന്ന്, ആ മയക്കുമരുന്ന് വൻ വിലയുള്ളതും നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ മതികെട്ടവരും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് തകർക്കുന്നതുമായിട്ടുള്ള, നമ്മുടെ യുവത്വത്തിൻ്റെ വീര്യം ചോർത്തുന്നതുമായിട്ടുള്ള, ഒന്നിൻ്റെ ആസക്തി ജനിപ്പിക്കുന്നതുമായിട്ട് ഒന്ന് അടിവസ്ത്രത്തിനുള്ളിൽ തിരികെ വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വിദേശി. ആ വിദേശിയെ സഹായിക്കാൻ വേണ്ടി അയാളെ ആ കേസിൽ സ്വദേശികൾക്കെതിരെ ജയിപ്പിക്കാൻ പറ്റി. നോക്കൂ അതിൻ്റെ മാനം. ദേശദ്രോഹം തന്നെയാണ്. ഏത് വക്കീൽ അത് ചെയ്താലും നെറികേട് തന്നെയാണ്. അത് ചെയ്തു. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? അവലംബിച്ച മാർഗം ഇനി മറ്റൊരു നികൃഷ്ടത, തൊണ്ടി മുതൽ മോഷ്ടിക്കുക, മോഷണക്കുറ്റം, തൊണ്ടി മുതൽ മോഷ്ടിക്കുക. കോടതിയുടെ അധികാരത്തിലും കസ്റ്റഡിയിലും ഇരിക്കുന്ന ഒരു സാധനം, അതും ഏതോ ഒരു സാഹിബിൻ്റെ അടിവസ്ത്രം. കാണുമല്ലോ മനുഷ്യൻ്റെ മോഷ്ടിച്ചെടുക്കുക. കേസ് ശരിയാണെങ്കിൽ അടിവസ്ത്രം മോഷ്ടിച്ചെടുക്കുക. നമ്മളൊക്കെ മറ്റുള്ളവരുടെ തൊടാൻ അറയ്ക്കുന്ന ഒരു വസ്ത്രം എടുത്തുകൊണ്ട് പോയിട്ട് അത് മാറ്റിയിട്ട് അതിന് പകരം വേറൊന്ന് കാണിച്ചിട്ട് ഇത് ഇദ്ദേഹത്തിൻ്റെ സൈസിലുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് ജയിച്ചിട്ട് ഒരു ചിരി ചിരിക്കുക. ആ ചിരിയെന്ന് പറഞ്ഞാൽ എന്ത് ചിരിയാണത്? കംസന്റെ ചിരി, ചിരിയാണ് ഇപ്പോൾ ഇന്നും അതേ ധാർഷ്ട്യത്തോടുള്ള ചിരിയാണ് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ചെകുത്താന്റെ ചിരി. എന്തൊരു അൺപ്രൊഫഷണലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിന് നിരക്കാത്തതുമായിട്ടുള്ള, മനുഷ്യത്വത്തിനും ഒക്കെ ആളുകൾ കളിയാക്കുകയൊക്കെ ചെയ്യേണ്ടേ? തൊലിക്കട്ടി വേണ്ട ഇത്തരം ഒരു കാര്യം ചെയ്യാൻ? ഒരു വക്കീല് ശരിക്കും നവീൻ ബാബു ചെയ്തു എന്ന് പറയുന്ന കുറ്റത്താൽ എത്രയോ മടങ്ങ് വലിയ കുറ്റമാണ്. ഒരു നിമിഷം നമ്മളിത് കേട്ടറച്ച് നാറി ആത്മഹത്യ ചെയ്യാൻ ആരെയും പ്രേരിപ്പിക്കുന്ന ആരോപണം കേട്ടാൽ തന്നെ, എന്നിട്ട് അദ്ദേഹത്തിന് ഒരിക്കൽ വിടുതൽ കിട്ടി,
മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ മന്ത്രിയായിട്ട് വാഴിച്ചു. വേറൊരു മന്ത്രിക്ക് കിട്ടേണ്ട ഊഴം താമസിപ്പിച്ചു. അതെ. ഒരു നിമിഷം പോലും സമയം കളയാതെ ഇദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുമായിരുന്നു. VS അച്യുതാനന്ദനായിരുന്നു താങ്കൾ പറഞ്ഞതുപോലെ ഈ സ്ഥാനത്ത്. കാരണം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലാത്ത നെറികെട്ട രാഷ്ട്രീയത്തിൻ്റെ നെറികെട്ട വക്കീൽ പണിയുടെ ഒക്കെ വക്കീൽ പണിയിൽ ഇദ്ദേഹം തുടരാൻ ബാർ കൗൺസിൽ ഇദ്ദേഹത്തെ അനുവദിക്കരുത്. ഉറപ്പായിട്ടും VS ആയിരുന്നെങ്കിലും നിയമസഭയുടെ പടി പോലും കാണില്ല പറയുന്ന മഹാൻ. ബാർ കൗൺസിൽ നടപടിയെടുക്കണം. ഇങ്ങനെ തൊണ്ടി മുതൽ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് എങ്ങനെയാണ് നീതി കിട്ടുക? അതുപോലെ ഇത് കേസുമായി ചെല്ലുന്ന ഇരകൾക്ക് എങ്ങനെയാണ് നീതി കിട്ടുക? സുപ്രീം കോടതി തന്നെ ഒബ്സർവ് ചെയ്തില്ലേ അത് ആ വിധിയിൽ? കോടതിയെ കളിയാക്കുന്ന രീതിയിലൊന്ന് തൊണ്ടി മുതലിന്റെ കാര്യം പറയുമ്പോൾ തൊണ്ടി മുതൽ സ്വീകരിച്ചപ്പോഴും കൊടുത്തപ്പോഴും അവിടെ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആന്റണി രാജു. അതാണ് ഇതിൽ പ്രധാന തെളിവായിട്ട് വരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ സുപ്രീം കോടതിയുടെ വിധി വന്നു കഴിഞ്ഞപ്പോൾ ആന്റണി രാജുവിന്റെ അഡ്വക്കേറ്റ് പറയുണ്ടായി, സുപ്രീം കോടതിയുടെ അബദ്ധ വിചാരമാണ് ഈ പറയുന്നത്. ഈ തൊണ്ടി മുതൽ സ്വീകരിച്ചു എന്നുള്ളത്, അപേക്ഷ കൊടുത്തു എന്നുള്ളത് സുപ്രീം കോടതിയുടെ അബദ്ധ വിചാരമാണ്. പ്ലസ് അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമാണെന്ന്. സുപ്രീം കോടതി എങ്ങനെയാണ് ഇതുപോലൊരു കാര്യത്തില് ഇങ്ങനെ ഒരു അബദ്ധ വിചാരം? സുപ്രീം കോടതിയുടെ അബദ്ധമായ വിചാരവും ഇദ്ദേഹത്തിന്റെ നമ്മൾ സുബദ്ധമായ വിചാരവും വിചാരിച്ചു കൊള്ളണം. നമുക്കതിന് കഴിയുമോ? ഇതിന്റെ എല്ലാ വശങ്ങളും മാസങ്ങളോടടുത്ത് ഇരുവശങ്ങളും കേട്ടല്ലേ ഇതൊരു തീരുമാനത്തിലെത്തുക സുപ്രീം കോടതി? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിരപരാധി എന്ന് കഴിഞ്ഞ് സംശയത്തിന്റെ ആനുകൂല്യം നൽകി അങ്ങ് ഒരുപാട് ഇതുപോലെ കുറ്റവാളികളെ വിട്ടിട്ടുണ്ട് സുപ്രീം കോടതി. എന്നിട്ട് സുപ്രീം കോടതിയെ കുറ്റപ്പെടുത്തുക, അത് മറ്റൊരു നെറികേടാണ്. നീ തോറ്റു കഴിയുമ്പോൾ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കുഴപ്പമാണ്, ചോദ്യ പേപ്പർ നോക്കിയ ആളിന്റെ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുന്നത് പോലെ ഒരു വൃത്തികെട്ട പ്രതികരണമാണ് നടത്തിയത്. അപ്പോൾ ഇദ്ദേഹം വെച്ച വക്കീലും ഇദ്ദേഹത്തിന്റെ ക്വാളിറ്റിയിലുള്ള ആളാണ് എന്ന് പറയേണ്ടി വരും. ഇനി രാഷ്ട്രീയ പാർട്ടി ഇദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവ് കൂടിയാണല്ലോ അദ്ദേഹം. വെച്ചുകൊണ്ടിരിക്കാൻ പാടുണ്ടോ ഇദ്ദേഹത്തിനെ ന്യായീകരിച്ചുകൊണ്ട്? നാണമില്ലേ? എന്തൊരു തറവാണ രാഷ്ട്രീയത്തിൻ്റെ ഈ ജൽപ്പനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ആലോചിച്ചു പോവുകയാണ്. നമ്മുടെ ഇന്ത്യക്ക് മൊത്തത്തിൽ തന്നെ അപമാനമല്ലേ ഇങ്ങനെയുള്ള ആൾക്കാരെ? രാഷ്ട്രീയ ധാർമ്മികത എന്നുള്ളത് ഇനി എന്ത് ചെയ്യില്ല ഇവര്? ഇത്രയും താണ് പോകാമെങ്കിൽ കേസ് ജയിക്കാൻ വേണ്ടി ഇനി എന്താണ് ഇവർ ചെയ്യാത്തത്? അങ്ങനെയാണെങ്കിൽ നീതി എവിടെയാണ് കിട്ടുക? കോടതിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അങ്ങനെ എത്ര കേസുകൾ ഇയാൾ മുമ്പും ജയിച്ചിട്ട് പിടിക്കപ്പെടാതെന്ന് ആർക്കറിയാം? ഇവിടെ എന്ത് വക്കീലായത്? ഇപ്പോൾ ആന്റണി രാജു ഇതുപോലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ന്യൂസ് പുറത്തിറങ്ങി, ഇത് ഇത്രയും ചർച്ചയായി. അല്ലാതെ തന്നെ കോടതിക്കുള്ളിൽ ഇത് തന്നെയാണ് നടക്കുന്നത്, കോടതിയിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് ജനങ്ങളിലേക്ക് ഒരു ഇഞ്ചക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ നോക്കുമ്പോൾ ഇത് തന്നെ ആയിരിക്കില്ല ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ളൊരു തോന്നൽ സാധാരണക്കാരന് വരും. അവർ കോടതിയെ സമീപിക്കാൻ മടിക്കും. ഇത് നീതിയുടെ മോഷണമാണ്, യഥാർത്ഥ മോഷണക്കുറ്റമാണ്. പാവപ്പെട്ട മധു എന്ന ആദിവാസി ഒരു പിടി അരി വിശന്നിട്ടെടുത്തതിന് തുലാഭാരം സിനിമയിലെ തോപ്പിൽ ഫാസി കോറിയിട്ട ചിത്രം പോലും ദയനീയ ചിത്രം കാണിച്ചപ്പോൾ അദ്ദേഹത്തെ തല്ലിക്കൊല്ലാൻ ഇവിടെ ആളുകളുണ്ടായി. അതിനേക്കാൾ എത്രയോ ക്രൂരമായിട്ടുള്ളൊരു കുറ്റമായി ഇയാൾ ചെയ്തത്. ഒരു മറുനാടൻ മലയാളിയല്ല, മറുനാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന മലയാളി മോഷ്ടിച്ചു എന്ന സംശയത്തിൻ്റെ പേരിൽ നാട്ടുകാരെല്ലാം കൂടി അദ്ദേഹത്തെ അടിച്ചു കൊന്നു. ഈ നീതി മോഷ്ടിക്കുന്നതിന് നേരെ നിങ്ങൾ എന്തു ശിക്ഷയാണ് ചെയ്യുന്നത്? മാന്യനായിട്ട് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് അയാളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ട് പഞ്ചപുച്ഛമടക്കി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നു തൊഴുത്. ഈ രാജ്യത്ത് ഇപ്പോൾ എത്ര തരം നീതികളാണുള്ളത്? അപ്പോൾ ഭരണഘടനയ്ക്ക് മുമ്പിൽ എല്ലാ പൗരന്മാരും തുല്യരാണ് എന്നുള്ള സങ്കല്പം തന്നെയല്ലേ തകരാറിലാകുന്നത്? ഉറപ്പായിട്ടും ഇതിൽ ഇപ്പോൾ ഈ കേസ് പൊങ്ങി വരാനുള്ളൊരു പ്രധാന കാരണം മാധ്യമപ്രവർത്തകനായിട്ടുള്ള അനിൽ ഇമാനുവൽ. അദ്ദേഹം ഇന്നലൊരു ചർച്ചയിൽ പറയുന്നത് കേട്ടു. അദ്ദേഹം ഈ കേസിന്റെ പിന്നാലെ നടന്നു തുടങ്ങിയ സമയം മുതൽ തന്നെ കോടതിക്കകത്തു നിന്ന് പോലും, ഇവൻ മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്ന് പോലും പുള്ളിക്കാരനെ നിരുത്സാഹപ്പെടുത്തുന്ന സമീപനമാണ് ഉണ്ടായത് എന്നുള്ളത്. നവാബ് രാജേന്ദ്രനായാലും ഈ ക്രൈം നന്ദകുമാർ ആയാലും ശരി തന്നെ, എല്ലാവരും ഇങ്ങനെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പടവാൾ ഉയർത്തുമ്പോൾ ഈ എതിർപ്പുകൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം ഇവരുടെ ഈ വാളുകളെ ഭയക്കുന്ന കള്ളന്മാർ ധാരാളമുണ്ട്. അത് ഇവരുടെ കരവീര്യം കൂട്ടുകയാണ് ചെയ്യേണ്ടത്, കരവാളിൻ്റെ മൂർച്ച കൂട്ടുകയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയും. നമ്മളിവരെ പ്രോത്സാഹിപ്പിക്കുക, നമ്മൾ ഇതുപോലുള്ള
ആ സാഹസങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഈ സ്റ്റുഡിയോയുടെ കംഫർട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, അവരെ എതിർക്കാതിരിക്കുക. ഈ വാൾ ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ. ആ വാളിൻ്റെ തുമ്പിൽ നിന്ന് മാത്രമേ, സത്യത്തിന് വേണ്ടിയുള്ള വാളാണ് ഉദ്ദേശിച്ചത്, ആ വാളിൻ്റെ തുമ്പിൽ നിന്ന് മാത്രമേ ശരിയായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവൂ. അല്ലെങ്കിൽ ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നേരെ ട്രോളി ബാഗ് കൊണ്ട് പോയിട്ടും പറയും ഇത് പണമായിരുന്നില്ല, അത് പച്ചക്കറിയായിരുന്നു എന്ന് പറയും. അപ്പോൾ അതിനെതിരെ ശബ്ദങ്ങൾ എപ്പോഴും സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഇത് ഉറപ്പായിട്ടും ആന്റണി രാജു ഒരിക്കൽ പോലും ഇങ്ങനൊരു കൃത്യം ചെയ്തിട്ടില്ല എന്ന് ഇവിടെയും പറഞ്ഞിട്ടില്ല. ഇതുവരെ അതാണ് ഏറ്റവും ഇതിൽ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു. കോടതിയിൽ അദ്ദേഹത്തിനെ എതിർത്ത വക്കീലിനോട് അദ്ദേഹം വെല്ലുവിളിച്ചു, എടാ ഞാൻ നിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു എന്നാ പറഞ്ഞു. ഇതാണ് കാണിച്ചത്. അങ്ങനെ നേരത്തെ പറഞ്ഞു, വഞ്ചിയൂർ കോടതിയിലായിരുന്നല്ലോ ഇത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഇതിന് കാണിച്ചു തരാം. ഈ കേസിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത്, ഒന്നാമത്തേത് കുറ്റം ചെയ്തത് ഇതുപോലൊരു കുറ്റം, അങ്ങനെ കുറ്റം ചെയ്ത പ്രതിയെ രക്ഷിച്ചു. അത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതും ഒരു അഭിഭാഷകനാണ് ഇത്രയും തരംതാണ ഒരു വേല കാട്ടിയത്. അതെ അതെ, തുന്നിക്കൂട്ടിയ അസത്യം എന്ന് വേണമെങ്കിൽ. അതും അടിവസ്ത്രത്തിന്റെ പേരിൽ ഇത്രയും വർഷങ്ങളായിട്ട് അറിയപ്പെട്ടുകൊണ്ടിരുന്നിട്ടും അതിനെ ഒരു അലങ്കാരമായിട്ട് കൊണ്ട് അഭിമാനമായിട്ട് കൊണ്ടു നടന്നു. എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള മട്ടിൽ കൊണ്ടു നടന്ന ഒരു ആളാണ് അദ്ദേഹം. അതിനെപ്പോലും എന്ത് സ്വയം ഒരു മനസാക്ഷി കുത്തെങ്കിലും തോന്നണ്ടേ? ഇങ്ങനെ വിചാരണ രണ്ടാമത് നേരിടണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സെയിമസ് ഇപ്പോൾ നമ്മുടെ സജി ചെറിയാൻ്റെ അടുത്തും അത് തന്നെയാണ് ഇന്നത്തെ ദിവസം സജി ചെറിയാനും വന്നിരിക്കുന്നത്. ഒരു മനുഷ്യൻ അങ്ങനെ ഭരണഘടനയുടെ പേരിൽ മോദിയെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ തന്നെ ഭരണഘടന, ജനാധിപത്യം, സോഷ്യലിസം, കുന്തം കുടച്ചക്രം എന്നൊക്കെ പറയും. ഒരു കാര്യമില്ലെന്ന് ഭരണഘടനയെ തന്നെ ഒരു നികൃഷ്ട വസ്തുവായിട്ട് കരുതുന്നു അയാൾ. ഇദ്ദേഹത്തിന്റെ വക്കീലോ ഇത് നീതിന്യായ പീഠത്തെ പരിഹസിക്കുന്നു, ഒരു പരിഹാസ വസ്തുവായിട്ട് കണക്കാക്കുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇത് രണ്ടും ചെയ്യാൻ കഴിയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ഒരു ധൈര്യം എന്ന് പറയുന്നത്, ഇത് ഭരിക്കുന്ന ഒരാള് ഇതിലും വലിയ തെറ്റ് ചെയ്യുന്ന കള്ളന്മാര് ഇതിന് മുകളിലുണ്ട്, അവര് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ സംരക്ഷിക്കുമെന്നുള്ള. ഞാൻ രാജിവെക്കാം, ഓക്കെ, ആന്റണി രാജു രാജിവെക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കുന്നില്ല? സിദ്ദീഖിന്റെ ഒരു ചിരി ഉണ്ടായിരുന്നു. 8 വർഷം മുമ്പാണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി മാറ്റിവെച്ച ഒരു കേസ്, ജാമ്യം അനുവദിച്ച ഒരു കേസ്, അതിലും അദ്ദേഹം ഒരു ചിരി ചിരിച്ചു. ആ ചിരിയുടെ പരിഹാസം, ആ പരിഹാസത്തിന്റെ വാൾമുന ചെന്നത് ആ പീഡിതയായ ഇരയായ പെൺകുട്ടിയിലേക്കാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചത്. മാസ്കറ്റ് കോർട്ടിൽ വെച്ച് നീ എന്ത് വിചാരിച്ചാലും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അത് തന്നെ അദ്ദേഹം തെളിയിച്ച് കാണിച്ചു. എന്നിട്ടാണ് വെളുക്ക ചിരിച്ച് കാണിച്ചത്. ഞാൻ പറഞ്ഞത് നേരായില്ലേ? ഇനി ആയതെങ്കിലും ഒരു പെൺകുട്ടി സിനിമാ നടന്മാരാൽ പീഡിപ്പിക്കപ്പെട്ട പരാതിക്ക് പോകും. അത് നമ്മളെ വലിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് 8 വർഷത്തെ കാലതാമസം എന്ന് അവര് ചോദിക്കുമ്പോ അത് എല്ലാ സിറ്റുവേഷൻസിനെയും നമ്മൾ ഇതുകൊണ്ട് തന്നെ അന്ന് ഇതുപോലെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ ആ കേസിൽ നിന്ന് സിനിമാ താരം രക്ഷപ്പെടും. സിനിമാ താരം ഇപ്പൊ ശിക്ഷിക്കപ്പെടാനായിട്ടുള്ളത് എല്ലാവർക്കും ജാമ്യം കിട്ടിക്കഴിഞ്ഞു. ഒറ്റയാൾ പോലും പ്രതിയായിട്ടില്ലല്ലോ. ആ ദിലീപിന് മാത്രം കുറച്ചു നാൾ ജയിലിൽ കിടക്കേണ്ടി. തിരിച്ച് സംസാരിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ അപ്പ നോ പറയാത്തതിനെയൊക്കെ കൺസേൺ ആയിട്ട് എടുക്കുന്നതിന്റെ ഒരു പ്രശ്നമല്ലേ ഇത്? നോ പറഞ്ഞു തീർച്ചയായിട്ടും സ്ത്രീകളിൽ നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയേണ്ടി വരും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ആ സാഹചര്യത്തിനനുസരിച്ച് നോ പറയാൻ പറ്റാതെ വരും. കാരണം അവിടെ ജീവിതവും അതുപോലെ തന്നെ ഈ നോ പറച്ചിലും രണ്ടും രണ്ട് വഴിക്കാണ്. ജീവിതം നിലനിൽക്കണമെങ്കിൽ ഇവിടെ നോ പറഞ്ഞാൽ ജീവൻ കിട്ടുകയില്ല എന്ന് വരുന്ന സന്ദർഭങ്ങളിൽ വേറെ വഴിയില്ലാതെ വരുമ്പോൾ അല്ല, ഇതിപ്പോൾ നമ്മൾ ഒരു ചെറിയ ഉദാഹരണം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, തേന്മാവിൻ കൊമ്പത്ത് ഒരു സിനിമ, നമ്മുടെ മോഹൻലാല് ശോഭന മറ്റേ കാളവണ്ടി പോകുന്നൊരു സീനുണ്ടല്ലോ, അതിനകത്ത് ആ പോകുന്ന പോക്കില് രാത്രിയാണ് കുതിരവട്ടം പപ്പു കൂടെയുണ്ട്. സാർ കണ്ടിട്ടുണ്ടാവൂലോ ഫിലിം? അപ്പൊ കൂട്ടത്തിൽ നെടുമുടി വേണു ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ശോഭനേനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെറിയ തോണ്ടലും പിച്ചലും ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ ആ ഒരു യാത്രയില് ശോഭന നോ പറയുന്നില്ല ഒരിക്കലും. ശോഭനയുടെ ക്യാരക്ടർ ഒരിക്കലും വേണമെങ്കിൽ അവർക്ക് അവിടെ വെച്ചിട്ട് എന്നെ ഇയാൾ കയറി ഇതേ തോണ്ടി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാം. പക്ഷെ ആ രാത്രിയിൽ ഒരു പെണ്ണ് കൂടെയുള്ള അമ്മാവനാണെങ്കിൽ കുടിച്ചിട്ട് നിൽക്കുന്നു. ആ ഒരവസ്ഥയിൽ അവർക്ക് ഒരു നോ പറഞ്ഞിറങ്ങി അവിടെ നിന്ന് പോരാൻ പറ്റില്ല. സുരക്ഷിതത്വം അതെ, ജീവനും അതുപോലെ തന്നെ അതുപോലെ നമുക്ക് ബാക്കി പുറമേ നിന്ന് നോക്കി ജഡ്ജ് ചെയ്യണവർക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള പല കാരണങ്ങളും ഉണ്ടാകും ഇവിടെ നോ പറയാത്തതിന് പുറകിൽ. ബസ്സുകളിൽ യാത്ര പോകുന്നിടത്ത്
അതുപോലെ നോട്ടം കൊണ്ട് വഴിയെ പോകുന്ന സ്ത്രീകളെല്ലാം പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ചെന്ന ഇറച്ചി കണ്ട നായയെ പോലെയാണ് നോക്കുന്ന പല സ്ത്രീകളും പോകുമ്പോൾ. ആ നോട്ടമുണ്ട്, ഒരു അധികാരഭാവത്തിൽ അവകാശഭാവത്തിൽ ഒക്കെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് കുറ്റകരമായിട്ടെന്ന് നമ്മുടെ നിയമം അനുശാസിക്കുമ്പോഴും അത് അറിഞ്ഞോ അറിയാതെ കൊണ്ട് ഇറച്ചി കണ്ട നായയെ പോലെ വഴി നോക്കിയിരിക്കുന്ന വായി നോക്കികൾ എത്ര പേരുണ്ട്. ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീ യാത്ര ചെയ്യുന്നത്. പിന്നെ ഒരു പരാതിക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പീഡനത്തിൻ്റെ ഒരു തുടർ പരമ്പര തന്നെയാണ് സ്ത്രീ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. സമൂഹത്തിന് അമ്മ പെങ്ങൾ ഇതൊക്കെ ഇതുപോലൊരു സ്ത്രീയാണ് എന്നൊരു തോന്നൽ ഒരിക്കലും വരാറില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയും പരിഹാസത്തോടു കൂടിയും തന്നെയാണ് എപ്പോഴും കാണുന്നത്. ഇപ്പോഴും സമൂഹം നമ്മുടെ ഈ മാധ്യമമൊക്കെ വളരെയധികം ശക്തമായിട്ടും അത് ഫെമിനിസത്തിൻ്റെ ഒരു ആയുധം കൂടി മാറാനുള്ള ശക്തി ആർജിച്ചു കഴിഞ്ഞിട്ടും ഫെമിനിസത്തിനവിടെ പ്രസക്തിയില്ല. സ്ത്രീകളെ കളിയാക്കുക, സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കുക, പരിഹസിക്കുക, അപഹസിക്കുക, ഒരുങ്ങി നല്ല വസ്ത്രം അണിഞ്ഞു പോകുന്ന സ്ത്രീകളെ മറ്റൊരു കാഴ്ചപ്പാടോടുകൂടി അവരെ വേറൊരു ലക്ഷ്യമുള്ളവരായിട്ട് കാണുക, ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഈവൻ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ അന്വേഷണം വന്നപ്പോൾ തന്നെ നമ്മുടെ സിദ്ദിഖിന്റെ ലൈംഗിക ഇത് പരിശോധിക്കണം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ആരെ കളിയാക്കലാണ് ശരിക്കും ചോദിക്കുന്നത്? സിദ്ദിഖിന്റെ കൂടി പെണ്ണ് എന്തിനും പ്രിവ്യൂവിന് പോയി എന്തിനു കൊണ്ടുപോയി എന്നുള്ള ചോദ്യം. വലിയ താരങ്ങളെ മാത്രം പങ്കെടുപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് ഇതുപോലെ പ്രശസ്തയല്ലാത്ത ഒരു ജൂനിയറെ കൊണ്ടുപോകണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ കാണണം ഇയാളുടെ ഭാഗത്ത്. അതല്ലെങ്കിൽ പോലും ഈ സമയത്ത് അല്ലെങ്കിൽ അയാളുടെ ലൈംഗിക ഇത് പരിശോധിക്കണം എന്ന് പറയുന്നു, അദ്ദേഹത്തിന് അതിന്റെ കപ്പാസിറ്റി പരിശോധിക്കണം എന്ന് പറയുന്നു. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞ് ഇപ്പോ ഈ ഇത്തരത്തിലുള്ള കപ്പാസിറ്റി പരിശോധിച്ചത് അന്നത്തെ സംഭവത്തിന് 8 വർഷം കഴിഞ്ഞാൽ എല്ലാ കുറ്റങ്ങളും ഡീക്ലാസിഫൈ ചെയ്ത് കുറ്റമല്ലാതായിട്ട് മാറും. ഇതായിരുന്നു ചോദ്യം. 8 വർഷം കഴിഞ്ഞാൽ എല്ലാ കുറ്റങ്ങളും കുറ്റങ്ങളല്ലാതായിട്ട് മാറുമോ? അപ്പോൾ 8 വർഷം ഈ കേസ് പുറത്തു വരാതിരുന്നു കഴിഞ്ഞാൽ, അതിനൊരു പ്രതിഫലവും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് കുറ്റമല്ലാതായി തീരുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നക്സൽ വർഗീസിനെ കൊന്നത് കുറ്റമല്ലാതായിരിക്കണമല്ലോ. 8 വർഷം കഴിഞ്ഞത് എന്തിനാകും? ആന്റണി രാജുവിനും അതുപോലെ 34 വർഷമായില്ലേ? വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ സുകുമാരക്കുറുപ്പിനെ കണ്ടുകിട്ടിയാൽ അദ്ദേഹം കുറ്റവാളിയല്ലെന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ സംഭവം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും സിദ്ദിഖിന്റെ ഈ ചിരി എന്ന് പറയുന്നത് വില്ലന്റെ, ശരിക്കും അതൊരു കളിയാക്കലാണ്. വില്ലന്റെ ചിരിയാണ്, വില്ലന്റെ ചിരി തന്നെ. അല്ല, ഈ നീതിപീഠം കാണിക്കുന്നതും ഒരു കളിയാക്കലായിട്ട് എനിക്കിപ്പോ ഫീൽ ചെയ്തത് ഈ ഒരൊറ്റ കാര്യത്തിലാണ്. ഈ സമയത്ത് ആ ഒരു കപ്പാസിറ്റി പരിശോധിക്കണം എന്ന് പറയുന്നത് അതിലെന്ത് ലോജിക്കാണുള്ളത്? 8 വർഷം ഒരു ഭാഗമാണ് ഇതെല്ലാം പരിശോധിച്ചത്. ഈ സമയത്ത് പരിശോധിക്കുന്നത് കൊണ്ട് വേറൊന്നുമില്ല, അവിടെ ഒരു ഗുണമില്ല നമുക്ക് അവിടെ. ശരിയാണ്, അന്നത്തെ കാര്യവും ഇന്നത്തെ കാര്യവും. 8 വർഷം മുമ്പ് അയാൾ എങ്ങനെയായിരുന്നു, ഇന്ന് അയാൾക്ക് ഷുഗർ ഉണ്ടോ, അന്ന് അയാൾക്ക് ഷുഗർ ഉണ്ടോ ചോദിക്കുന്നത് പോലെ ഇരിക്കും. അത് 8 വർഷത്തെ അവസ്ഥയിലായിരിക്കില്ല മനുഷ്യ ശരീരം. ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും അനബോളിസം എന്നൊരു പ്രോസസ്സോടുകൂടി ഈ ശരീരം ഓരോ ദിവസവും, കൊച്ചുകുട്ടികളിൽ മാത്രമേ ഈ മെറ്റബോളിസത്തിൻ്റെ പോസിറ്റീവ് വശങ്ങളുണ്ടാവും. ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ ശരീരം കാറ്റബോളിസം എന്നുള്ള പ്രവൃത്തിയുടെ ശരീരം തന്നെ ശരീരത്തെ തിന്നുകൊണ്ടിരിക്കും, വാർദ്ധക്യത്തിലേക്ക് നീങ്ങും. മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷം. അപ്പോൾ അതുകൊണ്ട് അതിന് യാതൊരു വിധമായിട്ടുള്ള അതുപോലെയുള്ള ഇങ്ങനെ ആൾക്കാരുടെ ലോജിക്കിന് നിരക്കാത്ത രീതിയിലുള്ള ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴും ആൾക്കാർ പിന്നോട്ട് തന്നെ പോകും. കുറേ ഇങ്ങനെ മാധ്യമ വിചാരണ, കുറേ പീഡനം എന്ന് കേട്ട ഉടനെ വന്നിട്ട് പത്രത്തിലും ആവശ്യമില്ലാത്തടത്തൊക്കെ പീഡനം, അത് ലൈംഗികമായി ഒരു ആസ്വാദനമായിട്ടാണ്. ഇപ്പോൾ ഒരു നോവല്, ഒരു അശ്ലീല നോവൽ വായിക്കുന്ന ആസ്വാദ്യതയോടു കൂടിയാണ് പത്രങ്ങൾ ഇത് വായിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചാനലുകളൊക്കെ ഇത്ര വർദ്ധിച്ചപ്പോൾ സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു ചാനൽ എന്തുകൊണ്ട് വരുന്നില്ല? അത് ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല. സ്ത്രീകൾക്ക് മാത്രമായിട്ട് WCC പോലൊരു സംഘടന വന്നിട്ട് പോലും അതിൽ കൂടി പുറത്ത് വന്ന ഇതുപോലെയുള്ള ആൾക്കാർക്ക് പോലും നീതിയില്ലാത്ത അവസ്ഥയാണ്. ഇനി ഇതൊക്കെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ത്രീകൾക്ക് മാത്രമായി ഒരു ചാനൽ വരികയും അതിലൂടെ ഈ അഭിപ്രായങ്ങൾ ശക്തമായിട്ട് ഉന്നയിക്കപ്പെടുകയും വേണ്ട ഒരു കാലമായിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ബാക്കി എല്ലാത്തിനും കുട്ടികൾക്ക് ചാനലുണ്ട്, പ്രത്യേകം സ്പോർട്സിന് ചാനലുണ്ട്, ഫെമിനിസത്തിന് ഒരു ചാനൽ എന്തുകൊണ്ട് യാഥാർത്ഥ്യമാണ്? അതിപ്പോഴും എൻ്റെ ഒരു വലിയൊരു സംശയം. ഫെമിനിസം ചാനൽ അതിനോട് എനിക്കറിയില്ല കൂടുതൽ. ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ശക്തമായിട്ട് ആണുങ്ങൾക്കെതിരെ വന്നേ പറ്റൂ, എങ്കിലും ഇതിനെ കൗണ്ടർ ചെയ്യാനും ഒരു കാവ്യനീതി ലഭ്യമാണ്. പക്ഷേ ഇതിന് ഇടയിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചിലരെങ്കിലും ഇതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സംഭവം വന്നപ്പോൾ തന്നെ ഹേമ കമ്മിറ്റി വന്നു, കുറേ ആൾക്കാർ ജെനുവിൻ ആയിട്ടുള്ള പരാതികളുടെ ഇടയിലും 1-2 പുഴുക്കുത്തുകൾ ഉണ്ടായിരുന്നു. ചിലര് പ്രശസ്തിക്കൊക്കെ വേണ്ടിയിട്ട്
പേര് പറഞ്ഞവരും അവിടെയാണ് ഈ ഇപ്പോൾ നിവിൻ പോളിയുടെ പരാതിയിൽ വന്നിരിക്കുന്ന ലേഡി ആണെങ്കിലും അങ്ങനെ കുറെ പുഴുക്കുത്തുകൾ വരുമ്പോൾ യഥാർത്ഥ ഇരകളുടെ വിശ്വാസ്യത വാർത്തകൾ പോരാൻ വ്യാജ വാർത്ത ഏത് ശരിയായ വാർത്ത അല്ല യഥാർത്ഥ ഇരകളുടെ വിശ്വാസ്യത നഷ്ടപ്പെടും അവിടെ. അപ്പോൾ അങ്ങനെയുള്ളവരും പരാതി കൊടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വരും. അതെ, ഇതിനെ ഡൈല്യൂട്ട് ചെയ്യും. ശരിയാണ്. അപ്പോൾ ഇവിടെ ആന്റണി രാജു വിഷയം എന്തായാലും നമുക്ക് ഈ 34 വർഷം ഇല്ലാത്തത് എന്താണ് ഇനി അടുത്ത ഈ ഒരു വർഷം കൊണ്ട് വരുന്നതെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം, കണ്ടറിയാം. പക്ഷേ ഇതിനൊരു എവിടെയെങ്കിലും ഇതിനൊരു സേഫ്റ്റി വാൽവ് ഉണ്ടാവണം, അല്ലെങ്കിൽ അത് സമൂഹത്തിന് പൊട്ടിത്തെറിയിലേക്ക്. സേഫ്റ്റി വാൽവ് ഇൻ ദ സെൻസ് ഇവിടെ ഒരു വർഷത്തിനുള്ളിൽ വിചാരണ കംപ്ലീറ്റ് ചെയ്യണം എന്നാണല്ലോ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തേത്. പക്ഷെ ഈ ഒരു വർഷത്തിനുള്ളിൽ കഴിയാൻ പറ്റില്ല എന്നുള്ള നിയമവശങ്ങളും അതിന്റെ പിന്നിലുണ്ട്. വാൽവിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടം സ്ത്രീകൾക്ക് ഉണ്ടാവണം. സുരക്ഷിതമായിട്ടുള്ള ഒരിടം, സപ്പോർട്ടിംഗ് സിസ്റ്റം. ഈ പറയുന്ന ഷീ ചാനൽ വന്നില്ലെങ്കിലും സ്ത്രീ ചാനൽ വന്നില്ലെങ്കിലും ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ സ്ത്രീകളുടെ കാര്യം, അവരുടെ ഭാവി എല്ലാം വലിയ. പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തെടുത്ത് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന പിങ്ക് പോലീസാണ്. എന്താ അവരെ കൊണ്ടുള്ള റീസൺ സാറിന് എന്താ തോന്നിയിട്ടുള്ളത്? പിങ്ക് പോലീസ് ഉണ്ടല്ലോ, നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു പിങ്ക്. അവര് നഗരത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കും. അവർക്ക് ചുമ്മാ ഒരു സാലറി കൊടുക്കുന്നു എന്നല്ലാണ്ട് അവരെ കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത് എനിക്കൊരു സ്ത്രീകൾക്കായിട്ടെന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ നാടിന് എന്ത് ഗുണം ഉണ്ടായി എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവാത്തൊരു ചോദ്യമാണ്. ഒരു കാര്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും തുടങ്ങി വെക്കുക എന്നുള്ളതല്ല. അതെ, അപ്പൊ വെറുതെ ഒരു സ്ത്രീ ചാനൽ തുടങ്ങി വെക്കുക എന്നുള്ളതല്ല, സ്ത്രീകൾക്ക് ഉപകാരപ്രദമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു സർ.